ഹായ് ഓൾ, നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ: തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരുകിയത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഫസ്റ്റ് തേങ്ങ ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിനൊരു പച്ച ഇത് മാറുന്നത് വരെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ഇത്രയും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഒരു ഒന്ന് വാടി എന്ന് കാണുമ്പോൾ അതായത് ഉള്ളിയൊക്കെ ഒന്ന് വാടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. ഇച്ചിരി ഒന്ന് കളർ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ വഴണ്ട് വരണം. അതിനാണ് അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലോട്ടായി വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതിലേക്ക് ഇനി കറിവേപ്പില ഇടുക. കറിവേപ്പില അത്യാവശ്യം തോനെ എടുത്താൽ കുറച്ചുകൂടെ ഒരു മണമൊക്കെ കിട്ടും. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ഇടുക. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ടായി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലിട്ട് ഇഞ്ചിയും ചെറിയ ഉള്ളി ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്ന് ഇനി അടുത്തത് നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ എത്രത്തോളം എടുത്തിട്ടുണ്ടോ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊരു കളർ ബ്രൗൺ ഷെയ്ഡിലോട്ട് കരിഞ്ഞു പോലും ബ്രൗൺ ഷെയ്ഡാവുന്നത് വരെ ഇളക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് സവാള അരിഞ്ഞത്, ഞാൻ 4 സവാള എടുത്തേക്കുന്നത്, 4 സവാള അരിഞ്ഞത്. നാല് സവാള മതിയാവും. ഞാൻ ഇവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഞാൻ 4 സവാള എടുത്തേക്കുന്നത്. അത് അത്യാവശ്യം ഒന്ന് അടച്ചു വെച്ച് ആവിയേറ്റുമ്പോൾ പെട്ടെന്ന് നല്ലതുപോലെ വാടിക്കിട്ടും. ആ സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ മൂപ്പിച്ച് വെച്ച തേങ്ങ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത് നല്ല തരിതരിയായിട്ട് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇതിപ്പം ഉള്ളി നമ്മൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 സ്പൂൺ ചെറിയ സ്പൂണിൽ ഇട്ട് കൊടുക്കണം. ചെറിയ സ്പൂണിൽ 3/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 4 സ്പൂൺ മല്ലിപ്പൊടി അത്യാവശ്യം നല്ലതുപോലെ മൂപ്പിക്കണം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കുന്നത്. ഞാനൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. മല്ലി നന്നായിട്ട് മൂത്തതിന് ശേഷമേ മുളക് പൊടി ഇടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. മല്ലിക്കായും പെട്ടെന്ന് മൂക്കുന്നത് മുളകായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മല്ലിപ്പൊടി നല്ലതുപോലെ മൂത്തതിന് ശേഷം മുളക് പൊടി ഇടാവും. ഇതിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിട്ടുള്ള രീതിക്ക് ഇളക്കുക. ഇതിപ്പോൾ ഞാൻ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്
ഇത് ഇത്രയും കൂടി ഇട്ട് ഇളക്കി ഒരു അരമണിക്കൂർ വെച്ച് ചിക്കനാണ്. ആ ചിക്കൻ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട. ആദ്യം ഞാൻ ചേർത്തത് കൊണ്ട് ഈ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊണ്ട് ചേർത്ത് വെച്ചതാണ്. അതിൽ അത്യാവശ്യം ഉപ്പിട്ടത് കൊണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ്. അത്യാവശ്യം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനൊന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ആവി കയറ്റിയതിന് ശേഷം അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ആ എണ്ണയൊക്കെ ഒന്ന് നല്ലതുപോലെ അതിൽ നിന്ന് കാണാൻ പറ്റും. എണ്ണയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ചിക്കൻ നന്ന് വാടി. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ എല്ലായിടത്തും എത്തക്കത്ത രീതിക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനകത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം. ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ആവി കയറ്റുക. 5 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം എല്ലായിടത്തും ആ മസാല നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ തിളച്ച ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെന്ത് കളറൊന്നും വ്യത്യാസപ്പെടാതെ അതിൻ്റെ നല്ല ഒരു ബ്രൗൺ കളറിലുള്ള ചിക്കൻ കറി നമുക്ക് കിട്ടും. നല്ല ചൂട് വെള്ളം അതിലേക്ക് ആവശ്യത്തിന് എത്രത്തോളം ചിക്കൻ ഉണ്ടോ അതിനാവശ്യത്തിന് വേകാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ആ ചിക്കനെല്ലാം കവർ ചെയ്ത രീതിക്ക് ഒഴിച്ച് ഒന്നും കൂടെ ആവി കയറ്റുക. ഇത് ആവി കയറ്റിയതിന് ശേഷം നല്ലതുപോലെ ചിക്കൻ ആ വെള്ളത്തിൽ നല്ലതുപോലെ അതിൻ്റെ തിളച്ച് ആ മസാലയൊക്കെ ഒന്ന് കുറുകി തുടങ്ങി. ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ മസാല അത്യാവശ്യം നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് നമുക്ക് കോരി വെക്കുമ്പോൾ അറിയാൻ പറ്റും നല്ലതുപോലെ കുറുകിയിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ ഏകദേശം അത് വെന്ത് മസാല നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചീനി വേവിച്ചതും ആ ചിക്കൻ കറിയും കൂടെ ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് ചീനിയും ചിക്കൻ കറിയും കൂടാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനൊക്കെ നല്ല വെന്ത് ആ കറി കുറുകി നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.